ചക്കട്ടിക്കാണ്. ഞാന് പണ്ട് ഈ പച്ചച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും പച്ചച്ചക്ക കൂട്ടാനും ഞാൻ കഴിക്കാറില്ല. എനിക്ക് അതിന്റെ പണ്ട് ടേസ്റ്റ് വരില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ ടേസ്റ്റ് പറ്റില്ല തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പച്ചച്ചക്ക കൊണ്ടുള്ള ഒരു ചക്ക ടിക്കാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ. പിന്നെ ഒരുപാട് ചക്ക വിഭവങ്ങളുണ്ട് നമ്മുടെ ചാനലില്. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അല്ലേ? നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. യെസ്. ഒരു മൂത്തൊരു ചക്ക ഞാൻ നമ്മളെ പ്ലാവുമെന്ന് വെട്ടിയിട്ട് അതിനെ പകുതി മുറിച്ച് വെച്ചതാണ് ഈ കാണുന്നത്. അതിൻ്റെ ചവണി കുരു ഒക്കെ കളഞ്ഞ് കഴുകിയിട്ടില്ല, കഴുകേണ്ട ആവശ്യമില്ല. അത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. ഞാൻ കുറച്ചധികം ഉണ്ട്, എനിക്ക് വേറെ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കുക്കറിൽ നമ്മൾ മുങ്ങത്തക്ക വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പിട്ടിട്ട് ഒരു 4 സ്റ്റീം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 പച്ചമുളക് വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, ഒരു വലിയുള്ളി വേണം, ഒരു പണ വെളുത്തുള്ളി വേണം. ഇതിനെ ഒക്കെ ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ 4 സ്റ്റീം കഴിഞ്ഞിട്ട് ചക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഞാൻ കാരണം ചെയ്യുന്നത്. കുക്കറിൽ തന്നെ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നല്ലവണ്ണം അങ്ങോട്ട് ഇതുകൊണ്ട് പ്രസ് ചെയ്യുക, മിക്സിയിൽ അരക്കരുത്. ഇതുകൊണ്ട് ഇങ്ങനെ ചതച്ചാൽ മതി. ഇതിനൊരു ഒട്ടലുണ്ടാവും. അതിന് നമ്മൾ കുക്കർ പ്ലേറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇടുക, പൊടിപൊടിയാക്കി അരിഞ്ഞ കാര്യങ്ങളൊക്കെ ഇടുക. ഒരു മല്ലിയില ഒരു കൈപ്പിടുത്തം ഇതിലേക്ക് ഇടുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഒരു 1/2 സ്പൂണ് ഗരം മസാലയുടെ പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീർ മുളക് പൊടിയും, പിന്നെ 1 സ്പൂണ് ചെറിയ ജീരകവും. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോടൊന്ന് കംപ്ലീറ്റ് ഒന്നിട്ട് കുഴക്കുക. ഒരു 1/2 മണിക്കൂർ ഇത് കുഴച്ച് വെക്കണം. കുറച്ച് കൈമൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കൈമൽ ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ചക്ക ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. വെള്ളം തേച്ചാലും ഇതാവും, പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഇട്ട് അടച്ച് വെക്കുകയാണ്. കംപ്ലീറ്റ് ഇപ്പോൾ കുഴച്ച് കഴിഞ്ഞ് അടച്ചു വെച്ചു. ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഷേപ്പാക്കണം. അപ്പോൾ ഇതിന് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അത് ലാസ്റ്റ് ഇട്ടാൽ മതി. നല്ലോണം വീണ്ടും ഒന്നുകൂടി വന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കുക. ഇനി നമുക്കിത് ചെറിയ കട്ട്ലറ്റിൻ്റെ ബോൾ പോലെ ആക്കണം. അപ്പോൾ അതിന് കൈമേൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കൈകൾ 2 കൈയും ഒന്ന് നനക്കുക. എന്നിട്ട് ഒരു കൈയിൻ്റെ ആ ഒരു പാദത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കുക. ഇതേപോലെ പണ്ട് ഞാൻ കട്ട്ലറ്റ് മിൽമാൻ്റെ അടപ്പിൽ വെച്ചിരുന്നു, പക്ഷേ അതിൽ ഇങ്ങോട്ട് ഇത് ശരിയായി വരില്ല. അപ്പോൾ അത് കൈകൊണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ നമുക്ക് അധികം തിക്നെസ് ഉണ്ടാക്കരുത്, തിക്നെസ് കുറക്കുകയാണ് നല്ലത്. അപ്പോൾ ചൂടുള്ള എണ്ണത് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, അതിലേക്ക് അങ്ങനെ ഇടുക. നല്ല ഹൈ ചൂടിൽ തന്നെ ഇടുക. ചൂടിപ്പോൾ കുറക്കണ്ട, നല്ല ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ കടന്ന ശേഷം പിന്നെ ചൂട് കുറക്കുക. പിന്നെ ഇതേപോലെ മറിച്ചിടുക കംപ്ലീറ്റ്. ഇനി ഒന്നുകൂടി ചൂട് കൂട്ടിയിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം ഒരു മുരിഞ്ഞ കളർ വരും. ആ കളർ വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് കൊണ്ട് കോരിയെടുക്കാം. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് കോരിയെടുക്കുക. വെളിച്ചെണ്ണ അധികം കുടിക്കൊന്നുമില്ലത്, വെളിച്ചെണ്ണയിലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാകുക. അടുത്ത ട്രിപ്പ് പൊരിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ വീണെടുക്കും. അതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ഇതേപോലെ കോരിയെടുക്കുക. ഇതിന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതല്ലാതെ തന്നെ വെറുതെ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്കയുടെ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.